വെറുതെ ഒന്ന് കോഴിക്കോട് ബീച്ച് വരെ പോയതാട്ടോ. കണ്ണു കണ്ട സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് വാങ്ങി കൊടുക്കാഞ്ഞിട്ട് കുയിന്തിലാട്ടോ ഈ പാത്തുന്റെ ഒപ്പം നടക്കണേ. അങ്ങനെ ബീച്ചുകളുടെ എൻട്രൻസ് എത്തിട്ടോ. പാത്തിന് ബീച്ച് കൂടെ അങ്ങനെ അന്തം വിട്ട് നടക്കട്ടോ. എന്തിനൊക്കെ ഞാൻ കുയിന്തട്ടി വാശി പിടിക്കേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് കേട്ടോ. ഞാനിനി അതൊന്നും കാണാത്ത വാതിൽ നടന്നട്ടോ. നിങ്ങൾക്കും നല്ല വാശിയും കുറുമ്പൊക്കെയുള്ള കുട്ടികളെ കണ്ടി നല്ല വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാട്ടത്. എവിടെ നോക്കിയാലും ടോയ്സിന്റെ കട, ഐസ്ക്രീമിന്റെ കട, ചായക്കട, ഇതൊന്നും ഫസ്റ്റ് മൈൻഡ് ചെയ്യാതെ താണ്ടി ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോയിട്ടോ. എന്തായാലേ ആൾക്കാരൊക്കെ മാറിട്ടോ. ഒന്നും കാണാനില്ലെങ്കിലും ഞായറാഴ്ച ആൾക്കാർക്ക് എങ്ങനെയും പുറത്തിറങ്ങണം. അങ്ങനെ അതൊക്കെ താണ്ടി പോയി നേരെ കടൽ തിരമാലിന്റെ അടുത്തെത്തിട്ടോ. ഇപ്പൊ പണ്ടത്തെ പോലെ വിശേഷ ദിവസങ്ങളൊന്നും ചേട്ടോ. ആൾക്കാർ എന്തായാലും പുറത്തിറങ്ങണേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻജോയ്മെന്റ് ചെയ്യണം. എങ്ങനെ ഇപ്പൊ വള്ളത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ട് പാത്തു ഇങ്ങനെ പേടിച്ച് കേട്ടോ. ആദ്യം ഇങ്ങനെ ചുറ്റും നോക്കിട്ടോ, മറ്റുള്ളവരൊക്കെ എങ്ങനെ ഇറങ്ങണത് എല്ലാം വാച്ച് ചെയ്തിട്ടോ. അങ്ങനെ ഓളതായിട്ടുള്ള ഭാഷയിൽ കടപ്പുറത്ത് എന്തൊക്കെ ഇങ്ങനെ എഴുതി കൂട്ടിട്ടോ. അതിനിടെ എന്തൊക്കെ ചിത്രങ്ങളും വരക്കുന്നുണ്ട്. ആ എന്താന്ന് ഓക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും എനിക്കൊന്നും മനസ്സിലായില്ല, കടലിനൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് കടൽ തന്നെ വന്നിട്ട് അത് മായിച്ചളഞ്ഞോട്ടോ. ഇതൊക്കെ കണ്ടിട്ട് വേറെ ആളിങ്ങനെ എപ്പോഴാ എന്റെ ഉയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. അങ്ങനെ കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂടി കടലിനോടാണ് പൊരുത്തപ്പെട്ടിട്ടോ. രണ്ടാളും നല്ല കളിയാണ്. രണ്ടാളും വിളിച്ചിട്ടും ഒന്നും പോരുന്നില്ല. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞിട്ടോ.